നമ്മൾ രാവിലെ 3 മണിക്ക് ഇവിടെ എത്തിയതാണ് കേട്ടോ. നമ്മളെ വർക്ക് ഇപ്പോൾ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ വണ്ടി ഇതാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഇതിലാണ്. ഇപ്പോൾ സുഹൃത്തുക്കളെ നേരം മെല്ലെ മെല്ലെ ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട്. പുലർച്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞില്ല. നമ്മളിപ്പോൾ നമ്മുടെ മറ്റൊരു പ്ലാനിലാണുള്ളത്. ഇപ്പോൾ നമ്മുടെ പരിപാടി ഇത് ഈ കോൺക്രീറ്റിൻ്റെ പ്ലാനിലാണ്. ഇവിടുത്തെ ബിന്നിങ്ങനെ നടക്കുക JCB വെച്ചിട്ട്. അതുപോലെ തന്നെ അവിടെ നമ്മുടെ ഒരു വലിയ പ്ലാന്റ് വേറെ ഉണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇതാ ഈ കാണുന്ന നമ്മുടെ താറിങ്ങിൻ്റെ മറ്റൊരു പ്ലാന്റാണ് കേട്ടോ. അവിടെയും പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇറ്റാച്ചി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി ഇതാണ്. നമ്മുടെ ഒരു പഴയ വണ്ടിയാണ്. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ രാവിലെ പുലർച്ചെ 3 മണിക്ക് തുടങ്ങിയ പണിയാണ്. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഈ പ്ലാന്റിലാണ്, വേറൊരു പ്ലാന്റിലാണ്. അപ്പോൾ ഈ ചങ്ങായി നാട്ടിൽ പോകേണ്ട പരിപാടിയാണ്. ഇപ്പോൾ ഇവരുടെ വണ്ടിയാണ്. അപ്പോൾ നമ്മളിന്ന് സ്പെയറായിട്ട് ഇതിന് വന്നതാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ പണിയപ്പം കഴിയുന്നൊന്നും പറഞ്ഞൂടാ. ഏകദേശം ഒരു ഉച്ചയോടെ അടുപ്പിച്ചായിരിക്കും നമ്മുടെ പരിപാടിയൊക്കെ കഴിയുക. ഇപ്പോൾ ഇവിടെയും നമ്മൾ പിന്നിൽ സാധനം നിറക്കൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് ഇപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഒരു റെഡി മിക്സ് വണ്ടി അവിടെ വെച്ചിട്ട് ഇപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബിന്നൊക്കെ കാലിയായി. ഇനി നമുക്ക് നിറക്കണം. നമ്മുടെ പണി ഇവിടെ ഇതാ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിതിനാണ് വണ്ടി എടുക്കുന്നത്. ഇപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ നമ്മുടെ ചെറിയ RMC പ്ലാനാണുള്ളത്. അതായത് 1/2 ക്യൂബ് അറ്റ് എ ടൈം ലോഡ് ചെയ്യുന്ന സാധനം. ഇതിൻ്റെ നേരെ ഡബിളുള്ള പ്ലാന്റാണ് ഈ ഇവിടെ കാണുന്നത്. 1 ക്യൂബ് പോകുന്നത്. അപ്പോൾ നമ്മുടെ 2 ടൈലറും അവിടെ നിർത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ തുടങ്ങിയ പണിയാണ്. ഇപ്പോൾ സൂര്യനൊക്കെ ഇതാ ഉദിച്ച് വന്നിട്ടില്ല. ചെറിയൊരു പ്രകാശമൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ മൊത്തം റെഡി മിക്സ് വണ്ടിയൊക്കെ ഇവിടുന്ന് പോയി. അപ്പോൾ നമ്മുടെ ടൈലറിൻ്റെ വലിയ ബെഡൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്രെയിൻ ഇവിടെ കിടപ്പുണ്ട്. താറിങ്ങിൻ്റെ വണ്ടികളൊക്കെ ഇതാ ടിപ്പറൊക്കെ ഇതാ മൊത്തം ബോഡിയൊക്കെ പൊക്കി വെച്ച് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലായിടത്തും പണി പറന്ന് നടക്കുകയാണ്. അപ്പോൾ നമ്മളിത് അവിടുന്ന് ലോഡിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിന് ഇവിടുന്ന് പറഞ്ഞ ലോഡാക്കുന്നുണ്ട്. ഇത്ര നേരം ഞാനായിരുന്നു ലോഡാക്കിയത്. ഇപ്പം ഇനിയിപ്പോൾ കുറച്ച് സമയം ഇവൻ ലോഡ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഫുള്ള് ലോഡിങ്ങോട് ലോഡിങ്. നമ്മളിപ്പോൾ 20 mm മെറ്റീരിയൽസാണ് ഇപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ടൈപ്പ് മെറ്റീരിയൽസാണ് നമ്മൾ ഈ മിക്സിന് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ സൈറ്റിലേക്കല്ല, നമ്മുടെ വേറൊരു സൈറ്റുണ്ട്. ഒരു ചെറിയൊരു പാലം പരിപാടിയൊക്കെ വേറെ സൈറ്റിലായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഹൈവേയുടെ വർക്കിലേക്ക് പോകുന്ന മിക്സ് അല്ല. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റിൽ നിന്നാണ് ഇപ്പോൾ സാധനം പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹൈവേൻ്റെ സ്ഥലത്തേക്കും ഈ പ്ലാന്റിൽ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 3 പ്ലാന്റാണുള്ളത്. 2 റെഡി മിക്സിൻ്റെ പ്ലാന്റും അതുപോലെ തന്നെ ഒരു താറിങ്ങിൻ്റെ പ്ലാന്റും. നമ്മുടെ വർക്ക്ഷോപ്പും കാര്യങ്ങളും ടയറിൻ്റെ ഷോപ്പും വർക്ക്ഷോപ്പും എല്ലാം ഇതിനുള്ളിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഒരു JCB ദൂരെയായിട്ട് നമ്മുടെ ആ പ്ലാന്റിൽ പിന്നിലോട്ട് സാധനം നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ റെഡി മിക്സ് വണ്ടിയൊപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി അവിടെ നിന്ന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ നമ്മളിപ്പോൾ സാധനങ്ങൾ ഇറക്കണം. നേരെ മറുവശത്ത് നമ്മൾ ഫുള്ളാക്കി കഴിഞ്ഞു. പിന്നെ ഇവിടെയായിട്ട് ഇപ്പോൾ ഇതാ ഇവിടെ എംസാൻഡും ഇതൊക്കെ നിറച്ച് ഫില്ലാക്കണം. ഇതൊക്കെ നമ്മുടെ കെമിക്കലിൻ്റെ ബേരലാണ്. നമ്മുടെ കോൺക്രീറ്റ് മിക്സിയിൽ ഉപയോഗിക്കുന്ന കെമിക്കലിൻ്റെ ബേരലുകളാണ് ഈ കാണുന്നതൊക്കെ. നമ്മുടെ ബൂം പമ്പും സൈഡിലായിട്ട് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ലോഡ് ചെയ്യേണ്ട എംസാൻഡാണ് കേട്ടോ. മൊത്തം പരിപാടി തന്നെയാണ്. നമ്മളെ കുറച്ച് 2 പ്ലാന്റ് ഇപ്പോൾ നേരത്തെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് ഡ്യൂട്ടി ടൈം ആവാറായിട്ടുണ്ട്.
ഓരോ ആളുകളായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വേബിഡ്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും ഇതാ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിന്ന് തന്നെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ പരിപാടി തന്നെയാണ്. വലിയൊരു പ്ലാനാണ്. ഇനിയിപ്പോൾ സൂര്യനൊക്കെ അതാ മെല്ലെ ഉദിച്ച് വരുന്നുണ്ട്. നല്ല ആകാശമൊക്കെ നല്ല ചുവപ്പ് കളറായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ പിന്നിലോട്ട് സാധനം ഇടാൻ വേണ്ടി പോകണല്ലോ. ഇങ്ങനെ ബിന്നിങ്ങനെ നിറച്ചുകൊണ്ടേയിരിക്കുക. ഇത് തന്നെയാണ് നമ്മുടെ പരിപാടി. അപ്പൊ നമ്മുടെ നിതിനിതാ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇനി അവൻ പോയി ചായ കുടിച്ച് വന്നിട്ട് വേണം നമുക്ക് ചായ കുടിക്കാൻ പോവാൻ. ഇതുവരെയും സൂര്യൻ വന്നിട്ടില്ല. ആകാശത്തിന്റെ കളറൊക്കെ മാറി കുറച്ചുകൂടി ബ്രൈറ്റ്നെസ് ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ മിക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു മാറ്റവുമില്ല. സൂര്യനൊക്കെ ഉദിച്ചു ഉയർന്ന് വന്നു. താർ മിക്സും കൊണ്ടുതാ നമ്മുടെ പ്ലാന്റിൽ നിന്ന് വണ്ടി പുറപ്പെട്ടു കേട്ടോ. മൊത്തം പരിപാടി തന്നെയാണ്. സൂര്യനൊക്കെ നല്ല തിളങ്ങി വരുന്നുണ്ട്. എല്ലാ പരിപാടിയും ഓണായി. താറിങ്ങിന് വേണ്ടിയിട്ടുള്ള വണ്ടിയൊക്കെ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 7:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡ്യൂട്ടി ടൈമൊക്കെ തുടങ്ങി. നമ്മുടെ ഇറ്റാച്ചൊക്കെ ഇതാ ഇവിടുന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേറ്റിൻ്റെ 330 മെഷീനാണ്. സുഹൃത്തുക്കളെ, നമ്മൾ പോയി ചായയൊക്കെ കുടിച്ചു. ഇതാ ഇവിടെയൊക്കെ പിടുത്തം വിട്ട പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ താർ മിക്സ് പ്ലാന്റ്. ഇവിടെയൊക്കെ നല്ല പണി നടക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇതാ ഇവിടുന്ന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ റാമ്പിങ്ങിനെ ഫുള്ളാക്കി വരുന്നത്. ഇന്ന് രാവിലെ പുലർച്ചെ 3 മണിക്ക് തുടങ്ങിയ പണിയാണ്. ഇപ്പോൾ ഇതുവരെയും കഴിഞ്ഞില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അപ്പുറത്തെ വലിയ പ്ലാന്റിൽ ഇപ്പം തൽക്കാലത്തേക്ക് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ലോഡ് ചെയ്തിരുന്ന JCB ഇതാ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് തന്നെ ഇങ്ങനെ കുത്തുക, പിന്നിലോട്ട് ലോഡ് ചെയ്യുക, ഇത് തന്നെ പരിപാടി. ഇപ്പം നിതിനാണ് വണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. നിതിൻ ചായയൊക്കെ പോയി കുടിച്ച് വന്നു. അതിനുശേഷം നമ്മൾ പോയി ചായയൊക്കെ കുടിച്ചു. നല്ല പുട്ടും കറിയായിരുന്നു. അപ്പം മൊത്തത്തിലിവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും പണി നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ റെഡി മിക്സ് വണ്ടിയൊക്കെ ഇത് നിർത്തിയിട്ടിട്ടുണ്ട്. ഈ സൈഡിൽ താറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇതാ നമ്മുടെ എമഷൻ എടുക്കാൻ വേണ്ടി എമഷൻ വണ്ടി വന്നിട്ടുണ്ട്. നല്ല വെയിലും കാര്യങ്ങളൊക്കെ തന്നെ വന്നു. നമ്മളെ മിക്സും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല. നമ്മുടെ സിമെൻറ്റ് ലോറിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മിക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ പരിപാടി കഴിഞ്ഞില്ല. നമ്മൾ ഫുൾ ടൈം ലോഡിങ് തന്നെയാണ്. അപ്പോൾ ഇതിൽ തന്നെയാണ് ഇപ്പോൾ വണ്ടി എടുക്കുന്നത്. പിന്നെ നാട്ടിലേക്ക് പോകേണ്ട മഹാനാണ് കേട്ടോ. അപ്പോൾ നമ്മളെ അടുത്ത വണ്ടി ലോഡായിട്ടുണ്ട്. അടുത്ത വണ്ടി ഇവിടുന്ന് ലോഡ് എടുത്തത് ആ മുന്നിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇനി ഒരുപാട് വണ്ടി, അതൊക്കെ ഇനിയിപ്പോൾ ലോഡ് ചെയ്യാൻ വന്ന വണ്ടിയാണ്. ഇനിയിപ്പോൾ സിമെൻറ്റ് നിറക്കണം, പ്ലാന്റിൽ ബില്ല് ഫുള്ളാക്കണം. നമ്മുടെ താറും കൊണ്ട് ഇതാ നമ്മുടെ ടിപ്പറൊക്കെ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ പ്ലാന്റിലെ JCB ഇതാ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. നമ്മുടെ ഈ JCBയുടെ ഈ സൗണ്ട് അതൊരു വികാരം തന്നെയാണ്. പക്ഷേ എങ്കിൽ നമ്മുടെ പുതിയ മെഷീന് ആ സൗണ്ട് ഇല്ല കേട്ടോ. പുതിയ മെഷീന് നമ്മുടെ ഒരു JCB എന്ന് പറയുമ്പം ആ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. സൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ മെഷീൻ്റെ സൗണ്ട് തന്നെയാണ് സൗണ്ട്.
നമ്മുടെ ഈ യാർഡിനുള്ളിലാണ് കേട്ടോ എല്ലാ പരിപാടിയും. ഇവിടെ നമ്മുടെ ഇറ്റാച്ചൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റാച്ചിക്ക് എന്തെല്ലോ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അടിയിലേക്ക് ഇറങ്ങി മൊത്തത്തിൽ കഴിച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ താറിങ് ഇവിടെ നമ്മുടെ ഇവിടെയുള്ള താറിങ് പ്ലാന്റിൽ നല്ല തകൃതിയായിട്ട് താറിങ് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദൂരെയായിട്ട് നമ്മുടെ JCB കാരിപ്പോ കാണാം. നമ്മുടെ കോൺക്രീറ്റിൻ്റെ പണിയും ഇവിടെ തകൃതിയിൽ നടക്കുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ സ്ക്രാപ്പാണ് കേട്ടോ. നമ്മളെ സൈറ്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് കമ്പിയുടെ ബാക്കിയൊക്കെ സ്ക്രാപ്പ് ഇവിടെയാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഇത് മൊത്തത്തിൽ സ്ക്രാപ്പിൻ്റെ ടീം വന്ന് കരാറെടുത്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഇത് നമ്മുടെ വർക്ക്ഷോപ്പാണ്. അതിനടുത്ത് തന്നെ നമ്മുടെ ടയറ് പഞ്ചറ് ടയറിൻ്റെ വർക്കും കാര്യങ്ങളിൽ തന്നെ എടുക്കുന്ന ഒരു സെറ്റപ്പും ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിതാ നമ്മുടെ മറ്റേ JCBയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇതിലുള്ള ഓപ്പറേറ്റർ ചായ കുടിക്കാൻ പോയി. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഇപ്പോൾ മൊത്തത്തിൽ ലോഡിങ് തന്നെയാണ് കേട്ടോ. കംപ്ലീറ്റ് സംഭവം നമ്മളിപ്പോൾ ഇങ്ങനെ ലോഡ് ചെയ്ത് ഇടുകയാണ്. നമ്മുടെ മറ്റേ JCBക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു. സ്റ്റാർട്ടിങ്ങിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ സൈഡാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 പ്ലാന്റും നമ്മൾ തന്നെ ഈ JCB വെച്ച് ലോഡ് ചെയ്യണം. അപ്പോൾ നന്നാക്കാനുള്ള നമ്മുടെ സർവീസ് വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് വലിയ പ്ലാന്റാണ് കേട്ടോ. നമ്മളെ നേരത്തെ കണ്ട ആ പ്ലാന്റിനെക്കാളും അതിൻ്റെ ഡബിൾ കപ്പാസിറ്റി ഉള്ള പ്ലാന്റാണിത്. അത്യാവശ്യം നല്ല പൊടിയാണ് കേട്ടോ. പൊടിക്കൊരു കുറവുമില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ മെക്കാനിക്ക് വണ്ടി ഇവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ JCB ഇത് അവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണ്ടി ഇറ്റാച്ച് റെഡിയാക്കണം. അപ്പോൾ അതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ പ്ലാന്റിലെ പരിപാടി നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ JCBക്ക് എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇറ്റാച്ചിയുടെ ബക്കറ്റും കാര്യങ്ങളൊക്കെ പിന്നും പുഷൊക്കെ ഇവിടുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സർവീസ് ചെയ്യാൻ വന്ന് അത് മൊത്തം ക്ലിയർ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള മെയിൻ്റനൻസൊക്കെ നമ്മുടെ ഇലക്ട്രിക് പ്രോബ്ലമൊക്കെ നമ്മുടെ ഇലക്ട്രീഷ്യൻ വന്ന് ഇവിടുന്ന് ശരിയാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മെയിൻ്റനൻസിൻ്റെ ഭാഗമാണ് കേട്ടോ. അല്ലാണ്ട് കംപ്ലൈൻ്റ് ആയിട്ട് സൈഡായതൊന്നുമല്ല. വണ്ടി വർക്ക് ചെയ്തിട്ടുള്ള തേയ്മാനമൊക്കെ ഒന്ന് പിന്നും പുഷൊക്കെ അടിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്ലാന്റിൽ ഇപ്പോൾ കോൺക്രീറ്റ് മിക്സിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടിയൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഈ കാണുന്ന ചെറിയ പ്ലാന്റിലേക്ക് സിമെൻറ്റ് നിറക്കുന്ന വണ്ടിയാണ്. ഇപ്പോൾ സിമെൻറ്റ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ JCBയുടെ സ്റ്റാർട്ടർ അടിക്ക് പോയി കേട്ടോ, സ്റ്റാർട്ടിങ് മോട്ടർ. അപ്പോൾ അത് കഴിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ടിപ്പറിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ വണ്ടിയല്ല, ഇത് നമ്മുടെ കോറി വണ്ടിയാണ്. വലിയ വലിയ കല്ലും കാര്യങ്ങളൊക്കെ ക്രഷറിൽ നിന്ന് പൊട്ടിക്കാൻ വേണ്ടി കയറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാബിൻ്റെ മുകളിലുള്ള തൊപ്പിക്കൊക്കെ നല്ല വലുപ്പമുണ്ട്. നമ്മൾ മറ്റേ വണ്ടി കയറിയിട്ടുണ്ട് JCBയിൽ. സത്യം പറഞ്ഞാൽ നല്ല ഉറക്ക ക്ഷീണമുണ്ട്. 3 മണിക്ക് തുടങ്ങിയതാണ്. വെയിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വലിയ കുഴപ്പമില്ല. ഇതിൽ ചെറുതായിട്ട് AC ഒക്കെ ഉണ്ട്. പുറത്തൊക്കെ നല്ല ആട്ടാറ് വെയിലാണ് കേട്ടോ. നമ്മൾ റെഡി മിക്സിന്റെ വണ്ടിയൊന്നും ഫുൾ ടൈം കോൺക്രീറ്റ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇങ്ങനെ പെൻഡിങ്ങിലുണ്ട്. ഈ പ്ലാന്റിൽ ഒരു വണ്ടി ഇപ്പോൾ വണ്ടിയിലേക്ക് മിക്സ് ഇപ്പം തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്ലാന്റിൽ മിക്സ് തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ 2 പ്ലാന്റിൽ ഇപ്പോൾ ലോഡ് ചെയ്യാൻ ഈ ഒരൊറ്റ JCB മാത്രമേ ഉള്ളൂ. അപ്പൊ അതുപോലെ തന്നെ മുന്നിലായിട്ട് നമ്മുടെ സർവീസ് വണ്ടിയൊക്കെ സൈഡാക്കി ഇറ്റാച്ചിന്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ സൈഡാക്കി വെച്ചോട്ടോ. ഇനിയിപ്പോ ഇതിന്റെ സ്റ്റാർട്ടിംഗ് മോട്ടറൊക്കെ ശരിയാക്കി കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മുടെ താറിങ്ങിന്റെ പ്ലാന്റ് ഇപ്പോൾ നിർത്തിയതായിട്ട് കാണുന്നുണ്ട്. താറിങ് കഴിഞ്ഞു എന്നറിയില്ല. ഇതാണ് നമ്മുടെ താറിങ്ങിന്റെ പ്ലാന്റ്. അപ്പൊ അവിടേക്കായിട്ട് സെപ്പറേറ്റ് വേറെ തന്നെ JCBകളുണ്ട് കേട്ടോ, ഈ ലോഡിങ്ങിനും കാര്യങ്ങളൊക്കെ തന്നെ വേണ്ടിയിട്ട്. അപ്പൊ അവിടത്തേക്കുള്ള ലോഡും ഇതുപോലെ തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. വെയിലിനോട്
വെയിലിനോട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ്, അങ്കം ചൂടാണ്. പിന്നെ അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്ത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നല്ല തീവ്രമായ വെയിലാണ് കേട്ടോ. കാറിന്റെ പ്ലാന്റ് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ JCB ഒക്കെ ഇതാ അവിടെ ബില്ലിലോട്ട് സാധനങ്ങൾ ഇങ്ങനെ ലോഡാക്കുന്നുണ്ട് കേട്ടോ. ഒരു JCB ലോഡാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു JCB സാധനം എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടിപ്പർ ഇവിടെ മിക്സ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നായിക്കാപ്പിലുള്ള പ്ലാന്റ് ആണ്. ഇവിടെ ഇപ്പം 3 പ്ലാന്റ് നിലവിലുണ്ട്, 2 റെഡി മിക്സിന്റെ പ്ലാന്റ്, ഒരു താറിന്റെ പ്ലാന്റും. മൊത്തത്തില് വിശാലമായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് വൈകുന്നേരം വോളിബോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം. നമ്മുടെ താറിൻ പ്ലാന്റിൽ ഇതാ കാര്യമായിട്ട് ഇതാ താറിൻ്റെ മിക്സ് ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വണ്ടിയും ഇങ്ങനെ ഇവിടെ പെൻഡിങ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ടയറിൻ്റെ വർക്ക്ഷോപ്പാണിത്. ലോഡറിൻ്റെ ടയറൊക്കെ ഇവിടെ ഉണ്ട്, കംപ്ലീറ്റ് ടയറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് റെഡിയാക്കുക. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ യാർഡാണ്. വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ചെയ്യാറ്. ഒരു ബക്കറ്റ് ഇതാ ഇവിടെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാച്ചിയുടെ ബക്കറ്റെല്ലാം ഇവിടെ നിന്നാണ് വെൽഡ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ വണ്ടിയെല്ലാം സൈഡാക്കി ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ പ്ലാനിലോട്ട് പോവുകയാണ്.